അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, നമ്മളിപ്പോൾ ഇത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലാണ്. അവിടെ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് നമ്മൾ മടങ്ങുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഉച്ച ടൈമിലാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് ശരിക്കും അടുത്തുനിന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാം. താഴെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും നടന്ന് ഒരു വഴിക്കായിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡായ പോലെയായി. ഒന്നാമത് നല്ല വെയിലും ചൂടൊക്കെ ആയ കാരണം തന്നെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനടുത്ത് തന്നെയാണ് ഇനി മെയ്സ് ഗാർഡൻ ഉണ്ടായിരുന്നത്, അതായത് നമ്മുടെ ബുൾബുലയ്യ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് വേറൊരു സെപ്പറേറ്റ് ടിക്കറ്റ് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലെ വാലി ഓഫ് ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ്, ഇതൊക്കെയാണ് അതിൽ വരുന്ന ഫ്രീ പാസുകൾ എന്ന് പറയുന്നത്. ഇനി ഓരോ സെക്ഷനിക്കും കയറണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് അതിൻ്റെ ടിക്കറ്റ് എടുക്കണം. നമ്മുടെ മെയ്സ് ഗാർഡനിക്ക് കയറുമ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോഴും നമ്മളുടെ മെയിനായിട്ട് നമുക്ക് കാണുന്നത് നമ്മുടെ സ്റ്റാച്യു ആണ് കേട്ടോ. അതായത് നമ്മുടെ സ്റ്റാച്യു അത്രയും വലുതായ കാരണം തന്നെ ഏതൊരു പൊസിഷനിലും ഏതൊരു ഭാഗത്ത് പോയാലും നമുക്ക് എപ്പോഴും സ്റ്റാച്യു കാണാം കേട്ടോ. അപ്പോൾ മെയ്സ് ഗാർഡൻ്റെ എൻട്രൻസ് ഇതതുപോലെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ട് നല്ലൊരു ഗ്രീനറി ആയിട്ടാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് നല്ലൊരു ട്രിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. മെയ്സ് ഗാർഡൻ എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ വേറൊരു സൈഡിൽ കൂടെ വന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ജെയ്സ് ഒരു സ്ഥലത്ത് കൂടെ പോയി, ഞാൻ വേറൊരു സ്ഥലത്ത് കൂടെ പോയി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാതെ നമ്മളിങ്ങനെ കളിക്കില്ലേ നമ്മളുടെ മെയ്സ് ഗാർഡൻ. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിക്കുന്നതാവും. ഇപ്പോഴത്തെ ഇതിലൊക്കെ അങ്ങനെ ഉണ്ടോ, ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ കളിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പം അങ്ങനെ കുറച്ച് ട്രിക്കിയാണ് കേട്ടോ ഈ ഒരു മെയ്സ് ഗാർഡൻ എന്ന് പറയുന്നത്. ഇത് ഓവർ 3 ഏക്കേഴ്സ് ലാൻഡിലാണ് ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നല്ല പച്ചപ്പും കാര്യങ്ങളായിട്ട് നല്ലപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ചെടികളൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ട്രിക്കിയാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള എളുപ്പത്തിലായിട്ടുള്ള ഒരു മെയ്സ് ഗാർഡൻ അല്ല. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഞങ്ങൾ ടോപ്പ് വ്യൂവിൽ എത്തിയപ്പോൾ കണ്ടിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. നല്ലതുപോലെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല വലിയ ഗാർഡനാണ്. അതുപോലെ തന്നെ കുറച്ച് ട്രിക്കിയാണെന്ന് നമുക്ക് തോന്നും, കാരണം നമ്മൾ പല വഴിക്കൂടെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടു എന്ന് വരില്ല ഓരോരുത്തരേനും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും കുട്ടികളായാലും വലിയവരായാലും ഒക്കെ നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. പിന്നെ ചെടികളൊക്കെ കണ്ടു നല്ലതായിട്ട് അവർ കട്ട് ചെയ്തിട്ട് നല്ല മെയിൻറ്റെയിൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂവിൽ എത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, ഇങ്ങനെ ഫുള്ളായിട്ട് കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വാലി ഫ്ലവേഴ്സാണ് പിന്നെ കാണാൻ പോയത്. അത് ഇതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ്. നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ടിക്കറ്റിൻ്റെ പാസിൽ നമുക്ക് വാലി ഫ്ലവേഴ്സിൻ്റെ ആ ഒരു കയറാനുള്ള എൻട്രി ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അപ്പോൾ അത് ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ എന്താ പറയുക, ഒരുപാട് തരത്തിലുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോഴും സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമുക്ക് കാണാം കേട്ടോ. ആ സ്റ്റാച്യു ഇപ്പോഴും നമുക്ക് വിസിബിളാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഫ്ലവേഴ്സുകൾ കുറേ തരത്തിലുള്ള ചെടികൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ഗാർഡനാണ്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതായത് നടന്നിട്ട് കാണാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു തരം ഗാർഡനാണ്. അതിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല, ഇങ്ങനെ ചെടികളുടെ തന്നെ പല ടൈപ്പുകളുണ്ട് എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് വീണ്ടും പോയി നമ്മൾക്ക് ലേസർ ഷോ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ പാസിൽ ശരിക്കും അവർ ലേസർ ഷോൻ്റെ ഇട്ടിട്ടില്ല, അതായത് അവർ ടൈമിങ് ചെയ്തു ലേസർ ഷോൻ്റെ. പക്ഷെ നമ്മുടെ പാസിൽ അതില്ല, കാരണം ഓൾറെഡി മുമ്പ് ബുക്ക് ചെയ്യുമ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് അവർ സീറ്റ് അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ സീറ്റിലുള്ള ആൾക്കാർ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും അത് കാണാനുള്ള സീറ്റ് അറേഞ്ച്മെൻ്റ് ഇല്ല, പുറത്ത് നിന്ന് കാണേണ്ട ഒരു ഇതാണ്. അപ്പോൾ പുറത്ത് നിന്നിട്ടാണ് നമുക്കൊക്കെ കാണാനായിട്ട് ഇതൊരു കിട്ടിയത്, കാരണം നമ്മളുടെ ബുക്ക് ചെയ്യുമ്പോഴേക്കും സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് ചേഞ്ച് ആവുന്നതും ആ സ്റ്റാച്യൂവും ഉണ്ടാവുന്ന ആ ഒരു മാറ്റങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൽ വരുന്ന സൗണ്ടുകളും അതിൽ പറയുന്ന ആ ഒരു
നമ്മൾ ലേസർ ഷോ കാണുമ്പോൾ നമുക്കതിൽ ഡയലോഗ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ആ സ്റ്റാച്യൂമ് മാറുന്ന കളേഴ്സ് ലൈറ്റുകൾ മാത്രമാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും ഞങ്ങൾക്കൊരു ഭയങ്കര സങ്കടമായിട്ടോ, കാരണം നമ്മൾ നല്ല പ്രതീക്ഷിച്ച് നമ്മൾ ആശിച്ചും പോയതാണ്. പക്ഷേ അത് ലേസർ ഷോൻ്റെ ഇതുണ്ട് വെച്ചെങ്കിൽ അവർ ആ ടിക്കറ്റും ഓൾറെഡി എഴുതും. ഞങ്ങളുടെ ടിക്കറ്റും അത് എഴുതിയിട്ടില്ല. അതിനർത്ഥം അവർ ആദ്യം ബുക്ക് ചെയ്തവർക്കാണ് അതിൽ സീറ്റുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ ലേസർ ഷോ കണ്ടപ്പോൾ കുറച്ച് ക്ലിപ്പിങ്സ് അതിൽ എടുത്തതാണ്. നമ്മൾ റോട്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ ലേസർ ഷോ കണ്ടത്. നമ്മൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇതുപോലെ റോട്ടിൽ ഇരുന്നിട്ടാണ് ലേസർ ഷോ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം കുറേ പേർക്ക് ഇതന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇമേജസുകൾ മാത്രം ഇങ്ങനെ ലൈറ്റ് വന്ന് പോകുന്നത് നമുക്ക് കാണാം, അല്ലാതെ അതിൻ്റെ വോയിസോ ക്ലിപ്പിങ്സോ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. ശരിക്കും ആ വോയിസോട് കൂടി കേൾക്കുമ്പോഴാണ് ആ ലേസർ ഷോൻ്റെ ആ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലേസർ ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അവിടെ തന്നെ ബസ്സുണ്ട്, സ്റ്റേഷനിലേക്കുള്ള ബസ്സുണ്ട്, അതുപോലെ തന്നെ ഗ്ലോ ഗാർഡനിലേക്കുള്ള ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗ്ലോ ഗാർഡനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളുടെ ട്രെയിൻ വരാൻ കുറച്ചും കൂടി സമയമുണ്ട്. അതുപോലെ തന്നെ ഗ്ലോ ഗാർഡനിൽ ലൈറ്റ് ഇട്ടാലാണ് രാത്രിയാണ് നല്ല ഭംഗി ഉണ്ടാവുകയെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്ലോ ഗാർഡനിലേക്ക് പോയി. പക്ഷേ ഗ്ലോ ഗാർഡനിൽ എൻ്റർ ചെയ്യണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ടിക്കറ്റൊന്നും എടുക്കാനായിട്ട് നിന്നില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ കുറേ ഇതുപോലത്തെ ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളുണ്ട്. പിന്നെ മ്യൂസിക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ജസ്റ്റ് എൻജോയ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര ഫണ്ണായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഗ്ലോ ഗാർഡൻ എന്ന് പറയുന്നത്. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്ലോ ഗാർഡൻ. അല്ലാതെ നമുക്ക് ജസ്റ്റ് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അവർക്ക് പാട്ടുകൾ വയ്ക്കുന്നു, അവർ ഡാൻസ് ചെയ്യുന്നു, അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുട്ടികൾക്ക് കാണാൻ നല്ലതുപോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഗ്ലോ ഗാർഡന് പിന്നെ ബസ് പിടിച്ചിട്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് പോയി. പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അതുപോലെ വീഡിയോസ് എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഇങ്ങനെ ലോ ആയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറേ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടില്ല. നമുക്ക് ബസ് കിട്ടിയിട്ട് നമുക്ക് നേരെ സ്റ്റേഷനിൽ കൊണ്ടിറക്കി കേട്ടോ. സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ 9:30 ഉണ്ടായിരുന്നു. 9:30 എനിക്ക് തോന്നുന്നു 9:30 2 ട്രെയിനാണുള്ളത്. അപ്പോൾ ഞങ്ങൾ 9:30 ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ നേരെ വഡോദര സ്റ്റേഷൻ വന്നിട്ട് പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടോ. നല്ലൊരു ഡേ ആയിരുന്നു. പിറ്റേന്ന് അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹോട്ടലിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റിക്ഷ പിടിച്ചു കേട്ടോ. റിക്ഷ പിടിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ കറങ്ങാമെന്നാണ് അന്നത്തെ ദിവസം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ലക്ഷ്മി പാലസ് കാണാനായിട്ട് പോയി. നമ്മുടെ വഡോദരയിൽ തന്നെയാണ് ഈ ലക്ഷ്മി പാലസ് ഉള്ളത്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ അവിടെ നിന്ന് അടുത്താണ്, നമ്മുടെ ഹോട്ടലിന് അടുത്താണ്. അപ്പോൾ നമ്മൾ റിക്ഷ പിടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സൺഡേ മോർണിംഗിലാണ് ഈ പാലസ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ അത്ര തിരക്കൊന്നുമില്ല. ഒരു 10 o'clock 10:30 ഒക്കെ ആയിട്ടുണ്ട് നമ്മളവിടെ എത്തുമ്പോൾ. അത്ര തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ആ ഒരു പാലസിൻ്റെ പുറത്തുനിന്ന് കാണാൻ പറ്റാവുന്ന ഭാഗങ്ങൾ. ഉള്ളിലേക്കൊന്നും നമുക്ക് ക്യാമറകൾ അലൗഡ് അല്ല, മൊബൈലായാലും ക്യാമറാസിലായാലും ഒന്നും അലൗഡ് അല്ല. പക്ഷേ നമുക്ക് കാണാൻ മാത്രമുള്ള പാലസ് തന്നെയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സെറ്റിങ്സാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നല്ല ഭംഗിയുള്ള പാലസാണ്. പുറത്തുനിന്ന് കാണുന്ന അതേപോലെ തന്നെ അത്യാവശ്യം ഭംഗി ഉള്ളിലും ഉണ്ട് കേട്ടോ. പണ്ടത്തെ ആ ഒരു കൊട്ടാരങ്ങളൊക്കെ ഉള്ള പോലെ തന്നെയാണ് ശരിക്കും ഈ ലക്ഷ്മി വിലാസ് പാലസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ പുറത്തുനിന്ന് ഇതുപോലെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം. ഉള്ളിൽ ക്യാമറയും മൊബൈലും ഒന്നും അലൗഡ് അല്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെ തരും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാലസിൻ്റെ ഓരോ ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഭാഗത്തിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഹെഡ്ഫോണും ഹെഡ്സെറ്റും ഒക്കെ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവർ തരും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ നമുക്കും ഇതുപോലെ ഹെഡ്ഫോണും സംഭവങ്ങളൊക്കെ കിട്ടി. നമ്മളും കൊട്ടാരങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഈ പാലസ് നിൽക്കുന്നതും അതിൻ്റെ കോമ്പൗണ്ടും ഒക്കെ കൂടിയിട്ട് ഒരു 500 acres ഓഫ് ലാൻഡ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടോ, ഇത് അവരുടെ പാലസിൻ്റെ ചുറ്റുമുള്ള ഒരു കോമ്പൗണ്ടാണ്, ഒരു ഗ്രൗണ്ടാണ്. നമ്മുടെ ഗോൾഫൊക്കെ കളിക്കാൻ പറ്റാവുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഗ്രൗണ്ടാണ് കേട്ടോ. അവിടെ കുറേ പേര് അങ്ങനെ കളിക്കുന്നതും ഉണ്ട്. അതിനി എന്തോ അവിടുത്തെ ക്ലബ് മെമ്പേഴ്സ് ഉള്ളവരോ അങ്ങനെ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഗോൾഫ് കളിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു പാലസിൻ്റെ ഉള്ളിൽ
കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് പെയിൻറ്റിങ്സിൻ്റേതായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ വെപ്പൺസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ പഴയ ടൈപ്പ് ആർട്ട് വർക്ക്സുകൾ അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് കളക്ഷൻസും ഈ പാലസിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പാലസാണ്. നമുക്കങ്ങനെ ബോറടിക്കില്ല ഇങ്ങനെ കണ്ടിട്ട്. ഓരോരോ റൂമിലേക്ക് പോകുമ്പോഴും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ആ പാലസ് നമ്മൾ കണ്ടിട്ട് നമ്മളൊരു ഉച്ചയാവുന്നതോട് കൂടിയിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല, കാരണം ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ ആകെ ഹറിബറിയായി. നമ്മുടെ ട്രെയിൻ നമുക്ക് നമ്മുടെ ടിക്കറ്റ് റെഡി ആയില്ല ട്രെയിനിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിലാണ് പിന്നെ വന്നത്. അതും എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ബസ്സിൽ വരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബസ് എന്ന് പറയുന്നത് രാത്രിയായിരുന്നു, 8 o'clock അപ്പോൾ നമ്മൾ പുലർച്ചെ വന്നിട്ട് നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത്. 2 ദിവസത്തെ നല്ല എൻജോയ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു മെമ്മറിയിൽ സൂക്ഷിക്കാനും അപ്പോൾ നമ്മൾ കണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ.